ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് ഒരു അടിപൊളി പോള റെഡിയാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ സമയത്ത് ഗീ ചേർത്ത് കൊടുക്കാം. അതിൽ അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരിങ്ങ, ബദാം എന്ത് വേണമെങ്കിലും ഒന്ന് വറുത്ത് മാറ്റാം. ഇനി ഇതിലോട്ടേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്ത് ഗീയിൽ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിലോട്ടേക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം റെഡിയായ സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. സെയിം പാനിൽ തന്നെ ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഏകദേശം പാനിൽ നിന്ന് വിട്ട സമയത്ത് നമുക്ക് തേങ്ങ ചിരവിയത് തേങ്ങ വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. മിക്സ് ആക്കിയ ശേഷം ഫില്ലിങ് റെഡിയാണ്. അപ്പോൾ വേറൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 3 ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഒരാളുടെ മധുരത്തിനനുസരിച്ചിട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഞാൻ അത് ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്തു. നല്ലതുപോലെ അടിഞ്ഞ ശേഷമാണ് ബാക്കി ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടിയിൽ തട്ട് വെച്ച് ഒരു പാൻ വെച്ച് കൊടുക്കുക. ചൂടായ സമയത്തോട്ടേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ക്ലോസ് ആക്കാം. അപ്പം നമ്മുടെ ഈ ബാറ്റർ നല്ല ലൂസാണ് കേട്ടോ. ഇതുപോലെ ലൂസാവണം. അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോള ഉണ്ടാകുക. അപ്പം ഹാർഡ് ആവരുത്. അപ്പോൾ പാൽ ഒഴിക്കുന്നത് അതിനാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം അടച്ച ശേഷം ഞാനിവിടെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 10-15 മിനിറ്റോളം വെച്ചേക്കുമ്പോൾ നമ്മളുടെ പോള റെഡി ആയിട്ടുണ്ട്. നൈഫ് വെച്ച് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ക്ലിയർ ആണെങ്കിൽ നമ്മളുടെ പോള റെഡിയാണ്. അപ്പോൾ തിരിച്ചിട്ട് മുകൾ വശം കൂടി ഞാൻ അതേ ലെവലിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായൻ്റെ ഒരു വേറൊരു ഭാഗമാണിത്. അപ്പോൾ അതിലും നല്ല ടേസ്റ്റാണ്. എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ ഇങ്ങനെയും പോള റെഡിയാക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.